നമ്മളുടെ നാട്ടിൽ ചർച്ചയിലിരിക്കുന്ന ഒരു വിഷയമാണ് ലഹരി. ലഹരിയിൽ നിന്നും മുക്തി നേടാൻ നൃത്തം, ഡാൻസ്, ഈ രൂപത്തിൽ ലഹരിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. പേര് ലഹരിയിൽ നിന്ന് രക്ഷപ്പെടാനെന്നാണ്, എന്നാലോ ഇത് ചെയ്യുന്നതാരാണ്? ലഹരിക്ക് വേണ്ടി ഷോപ്പുകൾ തുറന്ന, ബാറുകൾ തുറന്ന, അതിപ്പോഴും പൂട്ടാത്ത ആളുകളാണ് ലഹരിക്കെതിരെ ഡാൻസ് കളിക്കുന്നത്. അവർക്ക് ഉറപ്പാണ് ഡാൻസ് കളിച്ചാൽ നല്ലോണം ഇത് ചെലവാകുന്നുള്ളത്. കാരണം സ്വന്തം ബിസിനസ് തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കോ? സ്വന്തം ബിസിനസ് തകർക്കാൻ നമ്മളുടെ നാട്ടിലെ പ്രധാനപ്പെട്ടൊരു ബിസിനസ് ആണെന്ത്? പൈസ കിട്ടാൻ പറ്റിയ ഒരു സാധനമാണ് ലഹരി. പ്രത്യേകിച്ച് കള്ള് ഷോപ്പുകൾ. കള്ളിന് ലഹരിയില്ലാന്നിട്ട് ആരെയും പറയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏതായാലും ആ ബിസിനസ് തകർത്തുകൊണ്ടൊരു ലഹരി വിരുദ്ധത ഏതായാലും നടക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തകർക്കേണ്ടത് ആ ബാറുകളായിരുന്നു. അപ്പോ വിഷയം എന്തല്ല, ലഹരി ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് മറ്റു പലതുമാണ് ലക്ഷ്യങ്ങൾ. ഏതായാലും ഈ പശ്ചാത്തലത്തിൽ നമ്മൾ അതിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാ, നമ്മൾ അങ്ങനെയുള്ള കേന്ദ്രങ്ങളുമായി അതിനെക്കുറിച്ചുള്ള ചിന്തകളോ കാര്യങ്ങളോ നമ്മളെക്കുറിച്ച് അതിനെ ബാധിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചത് ബാധകമായ കാര്യങ്ങളല്ല. അൽഹംദുലില്ലാ, വിദ്യാഭ്യാസം എന്നത് മറ്റു നിലക്കും നേടാവുന്നതാണ്. അതിനുള്ള വാതിലുകൾ ഇപ്പോൾ തുറന്നു കിടക്കുന്നത് തന്നെയാണ്. അൽഹംദുലില്ലാ. എന്നാൽ മറ്റൊരു വിഷയമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ലഹരിയെ അവസാനിപ്പിക്കണം എന്ന് ഒരു പ്രഹസനമായിട്ടെങ്കിലും ആളുകൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് എങ്കിൽ, ലഹരി എന്നത് മോശമാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ചാളുകൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ചില ആളുകൾ പറയുന്നത് ലഹരി ഉപയോഗിക്കണം എന്നാണ്. ഇത്തരം ആളുകൾ, ചില ആളുകൾ പറയുന്നത് എന്താണ്? ലഹരി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. നല്ല രസമാണ് ലഹരി എന്നാണ് അവർ പറയുന്നത്. അത് വീട്ടിനുള്ളിൽ ഇരുന്നിട്ടല്ല പറയുന്നത്. പിന്നെയോ സമൂഹത്തിലേക്ക് ഇറങ്ങി ലഹരിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ശരി, നമ്മളുടെ വിഷയം അതല്ല. ലഹരിയെ അവസാനിപ്പിക്കണം എന്ന്, നാട്ടിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കണം എന്ന് പ്ലക്കാർഡുകൾ പിടിക്കുകയും, ചില ആളുകൾ പാട്ടുകൾ പാടുകയും, ചില ആളുകൾ ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലോക ചരിത്രത്തിൽ ലഹരി വിമുക്തമായൊരു നാട് എന്നൊരു കൺസെപ്റ്റ് ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ? ലഹരി വിമുക്തമായ ഒരു നാട്, ഒരു സമൂഹം, ഒരു സൊസൈറ്റി, അങ്ങനെ ഒരു സംഭവം ലോകത്ത് നടന്നിട്ടുണ്ടോ എന്നത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടതുണ്ട്. ലഹരി വിമുക്തമായ ഒരു നാട് എന്നത് സംഭവ്യമാണോ? നടക്കുന്നതാണോ? ഇനി അത് നടക്കുമോ എന്നതൊക്കെ സ്വാഭാവികമായും മനുഷ്യർ ചിന്തിക്കേണ്ട സന്ദർഭങ്ങളാണ്. കാരണം അതാണ് അവന്റെ ചർച്ച. എന്നാൽ ലോകത്ത് അങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അത് ഒരേ ഒരു സ്ഥലമാണ്, ഒരേ ഒരു സംഭവമാണ്, ഒരേ ഒരു ചരിത്രമാണ്. ലോകത്ത് അങ്ങനെ ഒരു സംഭവം ലോകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യമാണ്, അല്ലെങ്കിൽ അത് എവിടെയാണ്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യമാണ്, അല്ലെങ്കിൽ എത്ര സംഭവമാണ്? അത് ഒരേ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതെന്താണ്? അതൊരു വാക്കാണ്. ആ വാക്കെന്താണ്? ഫഹൽ അൻതും മുൻതഹൂൻ. ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ നിർത്തുന്നില്ലേ, നിങ്ങൾ നിർത്തുന്നില്ലേ എന്ന ഒരു വാക്കാണ്. ലഹരിയെക്കുറിച്ച്, അതിന്റെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കാണത്. ഫഹൽ അൻതും മുൻതഹൂൻ. നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ?
അത് കേട്ടതോടുകൂടി ഇൻതഹൈന, ഞങ്ങൾ നിർത്തിയിരിക്കും. ഒരു സമൂഹം ലോക ചരിത്രത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതായത് അങ്ങനെ ഒരു സംഭവം ലോക ചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഒരു നാട് മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ, ഒരു സമൂഹം മുഴുവൻ ലഹരിയെ പൂർണ്ണമായി ഒഴിവാക്കിയത്, എന്നിട്ട് അതിനെ തുടർന്ന് 1400ഓളം വർഷങ്ങൾ ലഹരി വിമുക്തമായിരിക്കണം എൻ്റെ ജീവിതമെന്ന് ബോധപൂർവം ജീവിതം പടുത്തുയർത്തി ഭൂരിഭാഗം ആളുകളെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരൊറ്റ ആദർശം ഇസ്ലാം മാത്രമാണ്. ഒരൊറ്റ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലാണ്. അങ്ങനെയുള്ള ഒരൊറ്റ സൊസൈറ്റി സ്വഹാബത്തിന്റെ സൊസൈറ്റിയാണ്. എന്താണ്? നിർത്താനായിട്ടില്ലേ? ഇനി ലഹരി വിമുക്തമായൊരു നാടുണ്ടാകണം എന്നാർക്കെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടത് സാധിക്കൂല. നിങ്ങളെ കൊണ്ടത് സാധിക്കുകയില്ല. ഇതെത്ര പേപ്പറിൽ വേണമെങ്കിലും എഴുതി വെച്ചോ. നിങ്ങളെ കൊണ്ടത് സാധിക്കുകയില്ല. എങ്ങനെയല്ലാതെ? ഇസ്ലാം കൊണ്ടല്ലാതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ അത് നിർത്തലാക്കിയോ അതുകൊണ്ടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഉപദേശങ്ങൾ ഉപദേശിച്ചോ ആ ഉപദേശങ്ങൾ കൊണ്ടല്ലാതെ ലഹരിയെ നിർത്തലാക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. വേറൊരു കാര്യമുണ്ട്, ഒരു ശക്തിക്കും അത് താല്പര്യമില്ല. അത് വേറൊരു കാര്യമാണ്. അത് അതിൻ്റെ അപ്പുറത്തൊരു കാര്യമാണ്. പക്ഷേ അവകാശങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് നിർത്തണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൊണ്ടത് സാധിക്കുകയില്ല. ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ, ഉണ്ടാക്കാൻ ഒരാൾക്കും സാധിക്കൂല. എങ്ങനെ സാധിക്കും? ഇസ്ലാം പൂർണ്ണമായി അവിടെ പഠിപ്പിക്കപ്പെട്ട് അവിടെയുള്ളവർ മുഴുവൻ മുസ്ലിമീങ്ങളായി യഥാർത്ഥ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചാൽ. വെറുതെ ഇങ്ങനെ മുസ്ലിം എന്നുള്ള പേരുണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ കാണാൻ ദർഗകളും അതുപോലെ തന്നെ ജാറങ്ങളുടെയൊക്കെ മറവിൽ എന്താണ് നടക്കുന്നത്? ലഹരി കച്ചവടങ്ങളാണ്. പല മതങ്ങളിലും കഞ്ചാവും അതുപോലെയുള്ള കാര്യങ്ങളും വലിയ പുണ്യ വസ്തുക്കളായിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമുക്ക് അവരെ പിന്തുടർന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ മറ്റു പല വിഭാഗക്കാർ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ പിഴച്ചു പോവുകയും ഇസ്ലാമിൻ്റെ പേരും മറ്റു മതങ്ങളുടെ ആദർശങ്ങളുമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. അവരെ കൊണ്ട് നടക്കുകയില്ല. നമ്മൾ യഥാർത്ഥ ദീൻ അത് ഒരു സൊസൈറ്റിയിൽ ഉണ്ടായാൽ മാത്രമേ ആ സൊസൈറ്റി ലഹരിയിൽ നിന്നും മുക്തമാവുകയുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പറയാൻ ഒരാൾക്ക് സാധിക്കില്ല. ഇതിനപ്പുറത്തേക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു സംഭവം നടത്താൻ ഒരാളെ കൊണ്ട് സാധിക്കൂല. അതിന് എത്ര ഡാൻസ് കളിച്ചാലും ശരി, അതിന് ഇനി ബാറുകൾ തല്ലി തകർത്താൽ പോലും ഇങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഇസ്ലാമിനെ കൊണ്ടേ സാധിക്കൂ. അങ്ങനെ ബാറുകളെ തല്ലി തകർക്കാൻ കാരണമാക്കിയത് ഇസ്ലാമാണ്. മദ്യത്തിന്റെ കോപ്പകൾ മുതലാളിമാരാണ്, മറ്റുള്ളവർ വന്ന് തകർത്തതല്ല. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ള ആളുകൾ ബാറിൽ കയറി അവിടെ ഉള്ളത് തകർത്തതല്ല, മറിച്ച് സ്വന്തം കാശ് കൊടുത്ത് വാങ്ങി വെച്ചിരുന്ന, സ്റ്റോക്ക് ചെയ്തിരുന്ന മദ്യമാണ് എന്ത് ചെയ്തത്? അവരോരോരുത്തരും വലിച്ചെറിഞ്ഞ് മദ്യത്തിന്റെ ചാലുകൾ മദീനയിലൂടെ ഒഴുകിയത്. അത് ലോകത്ത് വേറൊരു സംഭവവും അങ്ങനെ കാണാൻ സാധിക്കൂല. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ ഇസ്ലാമിനെ കൊണ്ടല്ലാതെ അത് സാധിക്കുകയും ഇല്ല. ലോകത്ത് ഏതെങ്കിലും കമ്മ്യൂണിറ്റികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമികമായ കമ്മ്യൂണിറ്റികളും ആണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.